ഓക്കെ, അടുത്തൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. മഷ്റൂം മെഴുക്കുപുരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള മഷ്റൂം എടുത്തിട്ടുണ്ട്. ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ 2 കതിപ്പ് കറിവേപ്പില. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെന്താ ഇങ്ങനെ വെള്ളത്തിൽ പുഴുങ്ങുന്നതെന്ന്. ഇത് പൊട്ടാസ്യം കളഞ്ഞിട്ട് നമുക്ക് എങ്ങനെ മഷ്റൂം മെഴുക്ക് പുരട്ടാമെന്ന് നോക്കാം. അപ്പം നമുക്ക് മെഴുക്ക് പുരട്ടിക്ക് ആവശ്യമായിട്ടുള്ള സവോള ഇതിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. മഷ്റൂം കഴുകി വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ കഴുകിയെടുത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുക. ഇങ്ങനെ മഷ്റൂം നല്ല ഒരു 5 മിനിറ്റ് ഇതുപോലെ തിളയ്ക്കുമ്പോൾ ഈ മഷ്റൂമിനകത്തുള്ള എല്ലാ പൊട്ടാസ്യവും റെഡ്യൂസ് ചെയ്ത് വെള്ളത്തിൽ പോകുന്നതാണ്. അപ്പോൾ അത് തിളയ്ക്കട്ടെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മഷ്റൂം തിളച്ചോമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മഷ്റൂം നല്ലതായിട്ട് ഒരു 5 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു നെറ്റിൽ മാറ്റാം. അപ്പം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഈ മഷ്റൂം തിളച്ചത് നമുക്ക് ഒരു നെറ്റിലോട്ട് ഒഴിക്കാം. ഇതേപോലെ ഒരു നെറ്റിനകത്ത് നമുക്ക് ഒഴിച്ച് ഇതുപോലെ ഇതിനകത്തുള്ള എല്ലാ വെള്ളവും ഇതുപോലെ പോകത്തക്ക രീതിയിൽ നമുക്ക് മാറ്റാം. ഇനി ഒരു 5 മിനിറ്റ് ഇതേപോലെ ഇരുന്ന് ഇതിനകത്തുള്ള ഈ മഷ്റൂമിനകത്തുള്ളത് ഉള്ളിയിലും എല്ലാം ഉള്ള വെള്ളം ഫുള്ള് പോകാനായിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മഷ്റൂം ഇവിടെ വെള്ളമെല്ലാം ശരിക്ക് പോയി, വെള്ളമെല്ലാം പോയി. അതിനുശേഷം നമുക്കൊരു പാൻ വയ്ക്കുന്നു. ചൂടാവുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച്, ഒരുപാട് വേണ്ട, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ ഈ കടുക് ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം. മഷ്റൂമിൻ്റെ ജ്യൂസ് നമ്മൾ മാറ്റിക്കൊണ്ട് ഇതിനകത്ത് പൊട്ടാസ്യം ഉള്ളതെല്ലാം ഈ വെള്ളത്തിൽ പോയിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ മഷ്റൂം കടുക് പൊട്ടിയതിന് ശേഷം ഇതിനകത്ത് സവാളയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, മഷ്റൂമുണ്ട്, കറിവേപ്പിലയുണ്ട്. ഇതിനകത്ത് ഒന്നും ഇനി പൊട്ടാസ്യം ഇല്ല. നമുക്ക് ഏത് അസുഖക്കാർക്കും, കിഡ്നിക്ക് വരെ അസുഖമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം മെഴുക്ക് പുരട്ട ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുരുമുളക് പൊടി, ശകലം മസാലപ്പൊടി, മഞ്ഞൾ, ശകലം മുളക്, ഇതെല്ലാം കുറേശ്ശെ മാത്രമേ നമുക്ക് ഇടാവൂ. ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ശകലം ഗരം മസാല പൗഡർ ഇട്ടതിന് ശേഷം നമുക്ക് പതുക്കെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇതിപ്പോൾ ഈ മഷ്റൂം എല്ലാം നേരത്തെ വെന്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അധികം ഇനി ഇത് ചെറിയ ഫ്ലെയിമിൽ, ചെറിയ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ഇതേപോലെ കുറച്ച് നേരം കുറച്ച് നേരം നമുക്ക് ഇത് ചെറിയ ഫ്ലെയിമിൽ നമുക്ക് 2 മിനിറ്റ് ഇത് അടച്ച് ആ എണ്ണയ്ക്കകത്തൊന്ന് വേവട്ടെ. നമ്മൾ ചെയ്ത ആ മഷ്റൂമിനകത്തുള്ള വെള്ളമായി കാണുന്നത്, ആ മഷ്റൂമിനകത്തുള്ള വൈറ്റമിൻസ്, പ്രോട്ടീന് എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ കൊച്ചു പിള്ളേർക്ക് ഇത് ഇങ്ങനെ കൊടുക്കുന്നത് ശരിയല്ല. അവർക്ക് പ്രോട്ടീൻ്റെയും വൈറ്റമിൻസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് നമുക്കൊരു ഉണ്ടയോ ഏതെങ്കിലും 5-6 കഷ്ണങ്ങൾ കട്ട് ചെയ്തിട്ട് ചെറിയ ഇതിൽ വേവിച്ചെടുത്തിട്ട് ഇത് നമുക്ക് കടുക് പൊട്ടിച്ച് ഈ മഷ്റൂമിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ച് ഒരു സൂപ്പായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അല്ല, ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതും കളയുക. അതുകൊണ്ട് ഇത് പൊട്ടാസ്യവും എല്ലാം ഈ ഉള്ളിയിലെയും കറിവേപ്പിലയിലെയും വെളുത്തുള്ളിയിലെയും മഷ്റൂമിലെയും എല്ലാ പൊട്ടാസ്യം നമ്മൾ ഒരു 5 മിനിറ്റ് തിളപ്പിച്ച് നെറ്റിനകത്തിട്ട് കളഞ്ഞ ജ്യൂസായി കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി മെഴുക്ക് വരട്ടിയുടെ ബാക്കി ഭാഗം കാണാം. അപ്പോൾ നമുക്ക് ഇതേപോലെ മെഴുക്ക് വരട്ടി ഇത് നമുക്ക് ഒരുപാടങ്ങ് ഫ്രൈ ആക്കി എടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഒന്നാമതേ വെള്ളത്തിൽ തിളപ്പിച്ച് ഇതിനകത്തുള്ള എല്ലാ പൊട്ടാസ്യവും പ്രോട്ടീൻസൊക്കെ കളഞ്ഞതാണ്. അതുകൊണ്ട് ഇത് ഒന്നും കൂടെ ഇനി ഒരുപാട് ഫ്രൈ ആക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കഴിക്കാനായിട്ടുള്ള ടേസ്റ്റ് ഒരുപാട് കുറയും. അല്ല, നമ്മൾ ഇതുപോലെ കുറച്ച് ഫ്രൈ മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ മെഴുക്ക് പുരട്ടി രീതിയിൽ ഇതുപോലെ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഒരു ടേസ്റ്റ് കുറവും നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന പാചകത്തിന് ഉള്ളതല്ല. അതുകൊണ്ട് ഇതേ രീതിയിൽ നമുക്കിത് ഇതിനകത്ത് കുരുമുളക് ഇടുന്നതിന് കുഴപ്പമില്ല. കുരുമുളക് സ്വല്പം തോനെ ഇട്ട് മുളകൊക്കെ കുറയ്ക്കുക. ഈ പൊട്ടാസ്യം കൂടുതലുള്ളവർക്ക് മുളകിന് പച്ചമുളക് എരിവുകളൊക്കെ കുറയ്ക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന മഷ്റൂം മെഴുക്ക് പുരട്ടിയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഏത് അസുഖക്കാർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു പാചകമാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ, അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ബൈ. ഓക്കെ, അപ്പോൾ നമ്മുടെ മഷ്റൂം മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു. Okay, thank you.